ഹലോ, വെൽക്കം ടു വേദപ്പള്ളി ചാനൽ. അങ്ങനെ അവസാനം നമ്മുടെ AK ആന്റണിയും BJP-യിലേക്ക്, അമ്മയും അപ്പനും കൂടി മകനെ കൃപാസനത്തിലൂടെ BJP-യിലേക്ക് അയച്ച് അവിടെ പുത്രന് വേണ്ട സ്ഥാനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇത്രയും നാൾ കോൺഗ്രസിൽ നിന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു നേതാവാണ് ഈ AK ആന്റണി. ഇദ്ദേഹം ഇന്ത്യയിൽ രാജിവെക്കുന്ന പ്രഥമമായിരുന്നു. കപട ആദർശധീരനായ നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞ മാതിരി എന്തോ അദ്ദേഹം ഒരു വാക്കു ഉച്ചരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ, BJP വർഗീയ പാർട്ടിയല്ല, അങ്ങനെയായിരുന്നെങ്കിൽ അയൽ രാജ്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചേനെ എന്നാണ്. VS അച്യുതാനന്ദൻ പറഞ്ഞ വഴി നമ്മുടെ ആറാട്ടുമുണ്ടൻ ഇന്ന് അരുളി ചെയ്തിരിക്കുകയാണ്. കാരണം മകനെ സഹമന്ത്രിയാക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു BJP. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആറാട്ടുമുണ്ടനും BJP-യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്തതായിട്ടുള്ളതാണ് ഈ പ്രസ്താവന. ഈ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നെഹ്റു കുടുംബത്തിനെ ഇപ്പോഴും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അവർ തന്നെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിന്, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അവർക്ക് ഇപ്പോഴും ഈ ആറാട്ടുമുണ്ടന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. സ്വന്തം മകനെ വരെ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഈ വ്യക്തി, ഇയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തിയത് എന്നെന്നും പറഞ്ഞിട്ട് പാർട്ടിയിലേക്ക് ആളുകൾ ക്ഷണിച്ചിട്ട് ആര് സ്വന്തം മകനെ കൃപാസനം വഴി അമ്മ BJP-യിലേക്ക് പറഞ്ഞയച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ED വരാതിരിക്കാനുള്ള ഒരു കാര്യമായിരുന്നു അത്. അതെല്ലാം നമ്മുടെ VS അച്യുതാനന്ദൻ, മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞാൽ മതി. ആറാട്ടുമുണ്ടനറിയാം എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മതി. ഒരു ആറാട്ടുമുണ്ടനാണ്. കിട്ടേണ്ടതെല്ലാം കിട്ടി എന്ന് വെച്ചാൽ ഒരു ചിത്രം വരച്ചതിന് കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇയാൾ വ്യോമയാന മന്ത്രിയായിരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അന്വേഷണങ്ങളെ ഇയാൾക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കൃപാസനം വഴി മകനെ അനൂപ് ആന്റണിയെ അങ്ങോട്ട് പറഞ്ഞയച്ച് വളരെ സ്വസ്ഥനായി ഇദ്ദേഹം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇരിക്കന് ഏറ്റവും നല്ല പദവിയാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ കോൺഗ്രസിൽ കൊടുത്തത്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ കിട്ടിയ പൈസ കൊണ്ടാണ് ഈ മകനെ പഠിപ്പിച്ചതും ഈ കുടുംബം നടന്നതും ഈ AK ആന്റണിയെ ജനങ്ങൾ അറിഞ്ഞതും. ഇതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് BJP ഒരു വർഗീയ പാർട്ടിയല്ല. പ്രേക്ഷകരെ, ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാരെ, നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇദ്ദേഹത്തെ ഇനി ചുമക്കണോ വേണ്ടയോ എന്ന്. ഏറ്റവും നല്ലത് ഇപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ പാർട്ടിക്ക് ഒരു നല്ല പേര് കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.